നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിമിഷപ്രിയയുടെ മോചനം. ചർച്ചകൾക്കാവശ്യമായ $40,000 സമാഹരിച്ചു. നടപടിക്രമങ്ങളിൽ പുരോഗതി. ദുബായിൽ മഴവെള്ളം ഇനി ഒരു പ്രശ്നമാവില്ല. 3000 കോടി ദിർഹമിന്റെ ഓവുചാൽ പദ്ധതിക്ക് അംഗീകാരം. ഹൈഡ്രജൻ ബസ്സുകൾ പരീക്ഷിക്കാൻ പുതിയ കരാർ. അബ്ദുൽ വഹാബ് അൽ ഷൈബി കഅബാലയത്തിന്റെ പുതിയ താക്കോൽ സൂക്ഷിപ്പുകാരൻ. സൗദിയിൽ തീവ്രവാദിയുടെ വധശിക്ഷ നടപ്പാക്കി. നജറാൻ ഒട്ടക റേസ് കോഴ്സ് 2ാം മഫാരിദ് റേസ് സംഘടിപ്പിച്ചു. ഖത്തറിലെ സമുദ്ര ആവാസ വ്യവസ്ഥ ആരോഗ്യകരമാണെന്ന് പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയം. നിമിഷപ്രിയയുടെ മോചനം. ചർച്ചകൾക്കാവശ്യമായ $40,000 സമാഹരിച്ചു. നടപടിക്രമങ്ങളിൽ പുരോഗതി. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് പാലക്കാട് സ്വദേശി നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിനുള്ള പ്രാഥമിക ചർച്ചകൾക്കാവശ്യമായ നടപടിക്രമങ്ങൾക്ക് പുരോഗതി. മധ്യസ്ഥ ചർച്ചയ്ക്കാവശ്യമായ $40,000 നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിന് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. ഇതിൽ $20,000 കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. ബാക്കി തുകയായ $20,000 കൂടി സമാഹരിച്ചതായി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. പണം സ്വീകരിക്കാൻ യമനിലെ ഇന്ത്യൻ എംബസിയെ ചുമതലപ്പെടുത്തി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് തുക കൈമാറാനായത്. ചർച്ചകളുടെ ഭാഗമായി ഗോത്രം ഒത്തുതീർപ്പിന് സംബന്ധിച്ചാൽ ദിയാദനം സംബന്ധിച്ച ചർച്ച പുരോഗമിക്കും. കൊല്ലപ്പെട്ട യമൻ യുവാവ് തലാൽ അബ്ദു മഹദിയുടെ കുടുംബാംഗവും അവരുൾപ്പെടുന്ന ഗോത്ര വിഭാഗ തലവന്മാരുമായാണ് ചർച്ച നടക്കേണ്ടത്. ചർച്ച സംബന്ധിച്ച വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് സൂചന. കുടുംബം ആശ്വാസധനം സ്വീകരിച്ച മാപ്പ് നൽകിയാലേ ശിക്ഷയിൽ നിന്ന് മോചനം സാധ്യമാകൂ. ഇന്ത്യൻ എംബസി വൃത്തങ്ങൾ നിയോഗിച്ച യമൻകാരനായ അഭിഭാഷകനാണ് ഗോത്രത്തലവന്മാരുമായും കുടുംബവുമായും ചർച്ചകൾ നടത്തുക. കുടുംബം സന്നദ്ധമായാൽ നൽകേണ്ട ആശ്വാസധനം സ്വരൂപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതായി ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ആശ്വാസധനം നൽകി തുക ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിമിഷപ്രിയയുടെ മകളുടെ കുടുംബത്തിന്റെ പുനരധിവാസത്തിന് വിനിയോഗിക്കാനാണ് പരിപാടിയെന്ന് കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നിലവിൽ യമനിലാണ്. നിമിഷപ്രിയയെ കാണാനും കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട മാപ്പപേക്ഷിക്കാനുമാണ് പ്രേമകുമാരി യമനിലെത്തിയത്. ഇവർ ജയിലിലെത്തി നിമിഷപ്രിയയെ കഴിഞ്ഞ മാസം സന്ദർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ. ദുബായിൽ മഴവെള്ളം ഇനി ഒരു പ്രശ്നമാവില്ല. 3000 കോടി ദിർഹമിന്റെ ഓവുചാൽ പദ്ധതിക്ക് അംഗീകാരം. കഴിഞ്ഞ മാസം ഏപ്രിലിൽ ഉണ്ടായതുപോലെ ശക്തമായ മഴയിൽ ദുബായ് നഗരം വെള്ളത്തിനടിയിലാവുന്ന സ്ഥിതിക്ക് ശാശ്വത പരിഹാരമാകുന്നു. എത്ര വലിയ മഴ പെയ്താലും വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനുള്ള വിപുലമായ ഓവുചാൽ പദ്ധതിയാണ് ദുബായ് ഭരണകൂടം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 3000 കോടി ദിർഹം ചെലവ് വരുന്ന മഴവെള്ള ഡ്രെയിനേജ് ശൃംഖല വികസിപ്പിക്കുന്നതിനുള്ള സംയോജിത പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തിങ്കളാഴ്ച അറിയിച്ചു. തസ്രീഫ് എന്നാണ് പുതിയ മഴവെള്ള ഓവുചാൽ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. ദുബായിലെ എല്ലാ പ്രദേശങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഓവുചാൽ. ദുബായിയുടെ ഏത് ഭാഗത്ത് പെയ്യുന്ന മഴയും ഈ വിശാലമായ ഓവുചാലിലൂടെ ഒഴുകിപ്പോകും. ഇത് ദുബായിലെ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള നിലവിലെ സംവിധാനത്തിന്റെ ശേഷി 700% കണ്ട് വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഉടൻ തന്നെ നിർമ്മാണം തുടങ്ങി 2033 പദ്ധതി പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമാക്കാനാണ് ദുബായ് ലക്ഷ്യമിടുന്നതെന്നും അടുത്ത 100 വർഷത്തേക്ക് ദുബായിലെ മഴവെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ ഇത് സഹായകമാകുമെന്നും ഷെയ്ഖ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഹൈഡ്രജൻ ബസ്സുകൾ പരീക്ഷിക്കാൻ പുതിയ കരാർ. എമിറേറ്റിൽ പരിസ്ഥിതി സൗഹൃദ ഹൈഡ്രജൻ ബസ്സുകൾ പരീക്ഷിക്കുന്നതിന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സ്വീഡൻ ട്രേഡിംഗ് കമ്പനിയുമായി കരാർ ഒപ്പിട്ടു. RTIയിലെ പൊതുഗതാഗത ഏജൻസി CEO അഹമ്മദ് ഹാഷിം ബഹ്റോസിയൻ, സ്വീഡൻ ട്രേഡിംഗ് കമ്പനി MD സ്വീഡൻ അൽ നബൂദ എന്നിവരാണ് കരാറിൽ ഒപ്പിട്ടത്. എമിറേറ്റിലെ കാലാവസ്ഥയ്ക്ക് ഹൈഡ്രജൻ ബസ്സുകൾ അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് അഹമ്മദ് ഹാഷിം ബർഹോസിയൻ വ്യക്തമാക്കി. ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ ഉൽപാദനത്തിനും വിതരണത്തിനും ഇനോക് ഉൾപ്പെടെയുള്ള പങ്കാളികളുമായി സഹകരിച്ച് പ്രവർത്തിക്കും. ഹൈഡ്രജൻ വാഹനങ്ങൾ പരിസ്ഥിതിക്ക് അപകടമില്ലാത്തവയാണ്. ചൈനീസ് കമ്പനിയായ സോങ്ടോങ് ബസ് ഹോൾഡിംഗ് കമ്പനിയുടെ ഇന്ധന സെൽ സംവിധാനമാണ് ബസ്സിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. എമിറേറ്റിലെ പൊതുബസ് യാത്രാ സേവനങ്ങൾ വിപുലീകരിക്കാൻ യാത്രക്കാരിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും അഭിപ്രായങ്ങളും ആശയങ്ങളും സ്വീകരിക്കുമെന്നും ബഹ്റൌസിയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്,
സഹ്യ ന്യൂസ്, ദുബായ്. അബ്ദുൽ വഹാബ് അൽ ഷൈബി കഅബാലയത്തിന്റെ പുതിയ താക്കോൽ സൂക്ഷിപ്പുകാരൻ. വിശുദ്ധ കബാലയത്തിന്റെ പുതിയ താക്കോൽ സൂക്ഷിപ്പുകാരനായി ഷെയ്ഖ് അബ്ദുൽ വഹാബ് ബിൻ സൈനുൽ ആബിദീൻ അൽ ഷൈബിയ തിരഞ്ഞെടുത്തു. ഔപചാരിക ചടങ്ങിൽ താക്കോലുകൾ ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൽ ഷൈബിക്ക് കൈമാറി. വിശുദ്ധ കബാലയത്തിന്റെ താക്കോൽ, കബാലയത്തിന്റെ മേൽക്കൂരയിലേക്കുള്ള വാതിൽ താക്കോൽ, കബാലയത്തിനടുത്തുള്ള പെട്ടിയുടെ താക്കോൽ, മഖാമു ഇബ്രാഹിമിന്റെ താക്കോൽ, ആവശ്യമെങ്കിൽ ഇതിനൊപ്പം ഉപയോഗിക്കാനുള്ള സ്ക്രൂ ഡ്രൈവർ എന്നിവയാണ് കൈമാറിയത്. കിസ്വ നിർമ്മാണ കോംപ്ലക്സിൽ നിർമ്മിച്ച പ്രത്യേക സഞ്ചികളിലാക്കി താക്കോലുകൾ കൊണ്ടുവന്ന താക്കോലുകൾ ഓരോന്നായി പുറത്തെടുത്ത് പരിചയപ്പെടുത്തിയ ശേഷം സഞ്ചികളിലാക്കി ഷെയ്ഖ് അബ്ദുൽ വഹാബ് ബിൻ സൈനുൽ ആബിദീൻ അൽ ഷൈബിക്ക് കൈമാറുകയായിരുന്നു. പ്രവാചകന്റെ കാലം മുതലുള്ള 78ാമത്തെയും മറ്റു ഗോത്രങ്ങളെ പുറത്താക്കി മക്കയിൽ ഖുറൈശി ഗോത്രത്തിന്റെ സർവാധിപത്യം സ്ഥാപിച്ച ഖുസൈ ബിൻ കിലാബിന്റെ കാലം മുതലുള്ള 110ാമത്തെയും കബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനാണ് ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൽ ഷൈബി. കബാലയത്തിന്റെ 77ാമത്തെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഷെയ്ഖ് സ്വാലിഖ് അൽ ഷൈബി വെള്ളിയാഴ്ച രാത്രി അന്തരിച്ചതിനെ തുടർന്നാണ് താക്കോൽ സൂക്ഷിപ്പു ചുമതല ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൽ ഷൈബിക്ക് ലഭിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച സുബഹി നമസ്കാരാനന്തരം വിശുദ്ധ ഹറമിൽ വെച്ച മയ്യത്ത് നമസ്കാരം പൂർത്തിയാക്കി ഷെയ്ഖ് സ്വാലിഖ് അൽ ഷൈബിയുടെ മയ്യത്ത് ജന്നത്തുൽ മുല്ല ഖബർസ്ഥാനിൽ മറവു ചെയ്യുകയായിരുന്നു. കബാലയം തുറക്കൽ, അടയ്ക്കൽ, ശുചീകരണം, കഴുകൽ, കിസ്വ അണിയിക്കൽ, കീറിയ കിസ്വ നന്നാക്കൽ, സന്ദർശകരെ സ്വീകരിക്കൽ തുടങ്ങി വിശുദ്ധ കബാലയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുടെയും ചുമതല താക്കോൽ സൂക്ഷിപ്പുകാരനാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മക്ക. സൗദിയിൽ തീവ്രവാദിയുടെ വധശിക്ഷ നടപ്പാക്കി. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ തീവ്രവാദിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദി പൗരൻ അബ്ദുള്ള ബിൻ അൽ മഹീഷിയെയാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. പ്രതി തീവ്രവാദ സംഘടനയിൽ ചേരുക, സുരക്ഷാ പോയിന്റുകൾക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നേരെ വെടിയുതിർക്കുക, തീവ്രവാദത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ധനസഹായം നൽകുക, വീട്ടിൽ തീവ്രവാദ ഘടകങ്ങൾക്ക് അഭയം നൽകുകയും ഈ പ്രവർത്തനങ്ങൾ നടക്കാൻ ആയുധങ്ങളും വെടിക്കോപ്പുകളും കൈവശം വയ്ക്കുകയും ചെയ്യുക തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങളിൽ ഭാഗമാവുകയായിരുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകാനുള്ള ക്രിമിനൽ കോടതിയുടെ വിധിയെ ഉന്നത കോടതികൾ ശരിവെച്ചതോടെ ശിക്ഷാവിധി നടപ്പാക്കാൻ സൗദി റോയൽ കോർട്ട് ഉത്തരവിടുകയും വിധി നടപ്പാക്കുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദമാം. നജറാൻ ഒട്ടക റേസ് കോഴ്സ് രണ്ടാം മഫാരിദ് റേസ് സംഘടിപ്പിച്ചു. 2024 സീസണിലെ സൗദി ഒട്ടക റേസിംഗ് ഫെഡറേഷന്റെ മത്സരങ്ങളുടെ ഭാഗമായി നജറാൻ ഒട്ടക റേസ് കോഴ്സ് രണ്ടാമത്തെ മഫാരിദ് റേസ് സംഘടിപ്പിച്ചു. 641 ഒട്ടകങ്ങളുടെ പങ്കാളിത്തത്തോടെ 1.5 കിലോമീറ്റർ ദൂരത്തിൽ ആൺ-പെൺ മഫാരിദ് വിഭാഗത്തിൽ റൗണ്ടുകളുണ്ടായിരുന്നു. ആദ്യ റൗണ്ടിൽ ഹുസൈൻ അൽ സലേമിന്റെ ഉടമസ്ഥതയിലുള്ള അൽ ഹത്ര എന്ന പെൺ ഒട്ടകമാണ് 1ാം സ്ഥാനം നേടിയത്. രണ്ടാമത്തേതിൽ മനിയ അൽ മുജിമിന്റെ ഉടമസ്ഥതയിലുള്ള പുരുഷ മുവാഫക് 1ാമതെത്തി. 3ാം റൗണ്ടിൽ ഫാരസ് എൽ മൻസൂറിന്റെ ഉടമസ്ഥതയിലുള്ള ബയാൻ വനിത 1ാം സ്ഥാനത്തെത്തി. 4ാം റൗണ്ടിൽ മെസ്ഫർ അൽ റിസ്കിന്റെ ഉടമസ്ഥതയിലുള്ള പുരുഷ ഒട്ടകം അൽ ഹാദർ 1ാം സ്ഥാനം നേടി. അബ്ദുള്ള അൽ കബ്രിയുടെ ഉടമസ്ഥതയിലുള്ള വനിത അൽ വദ്ബ 5ാം റൗണ്ടിൽ 1ാം സ്ഥാനത്തെത്തിയപ്പോൾ അലി അൽ റിസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഷഹീൻ 6ാം റൗണ്ടിൽ വിജയിച്ചു. അലി അൽ യാമിയുടെ ഉടമസ്ഥതയിലുള്ള വനിത അൽ ഷാഹിന 7ാം റൗണ്ടിൽ 1ാം സ്ഥാനത്തെത്തി. 8ാം റൗണ്ടിൽ മുഹമ്മദ് അൽ സായാരിയുടെ ഉടമസ്ഥതയിലുള്ള മാലെ അൽ ഡോൺ 1ാം സ്ഥാനത്തെത്തി. 9ാം റൗണ്ട് മനിയ അൽ റിസ്കിന്റെ ഉടമസ്ഥതയിലുള്ള അൽ മസ്നും 10ാം റൗണ്ടിൽ ഹസൻ അൽ ഹമാമിയുടെ ഉടമസ്ഥതയിലുള്ള അൽ ഫൈസും 1ാം സ്ഥാനത്തെത്തി. 11ാം റൗണ്ടിൽ മനിയ അൽ റിസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഹർബയും 12ാം റൗണ്ടിൽ ഇബ്രാഹിം അൽ അമീറിന്റെ ഉടമസ്ഥതയിലുള്ള മൊവാജിയും വിജയിച്ചു. ഹാദി അൽ റിസ്കിന്റെ ഉടമസ്ഥതയിലുള്ള മസ 13ാമത് 1ാം സ്ഥാനത്തെത്തിയപ്പോൾ മെഹദി അൽ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള ജക്കൂർ 14ാമതും അലി അൽ കബ്രിയുടെ ഉടമസ്ഥതയിലുള്ള ഇൻതിബ 15ാമതും നേടി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, സൗദി. ഖത്തറിലെ സമുദ്ര ആവാസ വ്യവസ്ഥ ആരോഗ്യകരമാണെന്ന് പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയം. ഖത്തറിലെ സമുദ്ര ആവാസ വ്യവസ്ഥ ആരോഗ്യകരമാണെന്ന പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയം സമുദ്ര സംരക്ഷണ വകുപ്പുമായി സഹകരിച്ച വന്യജീവി വികസന വകുപ്പിലെ ശാസ്ത്ര സംഘം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. സമുദ്ര ആവാസ വ്യവസ്ഥയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണത്തിന് സംഭാവന നൽകുന്ന പ്രാദേശിക പ്രത്യേകതകൾ കണ്ടെത്താനും വിലയിരുത്താനുമാണ് പഠനം നടത്തിയത്. ഖത്തറിലെ സമുദ്ര ആവാസ വ്യവസ്ഥയും പവിഴപ്പുറ്റുകളും ആരോഗ്യകരമാണെന്നും ഇത് സമുദ്രത്തെ ജൈവ വൈവിധ്യത്താൽ സമ്പന്നമാക്കി മാറ്റുമെന്നും പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഭൂമിയിലെ ഏറ്റവും പഴക്കമേറിയ ആവാസ വ്യവസ്ഥയായ പവിഴപ്പുറ്റുകളുടെ സാന്നിധ്യം ആരോഗ്യകരമായ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് വളരെ പ്രധാനമാണ്. പല മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും പ്രധാന ആവാസ കേന്ദ്രമാണ് പവിഴപ്പുറ്റുകൾ. ഖത്തർ പവിഴപ്പുറ്റുകളാൽ ഏറ്റവും സമ്പന്നമായ GCC രാജ്യങ്ങളിലൊന്നാണ്. ഗൾഫ് മേഖലയിലെ പവിഴപ്പുറ്റുകളിൽ 48% ഖത്തറിന്റെ സമുദ്രപരിധിയിലാണ്.
പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് മന്ത്രാലയം വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. അടുത്തിടെ നടത്തിയ പരിശോധനാ ക്യാമ്പയിനിൽ നിയമം ലംഘിച്ച പവിഴപ്പുറ്റുകളിൽ മത്സ്യബന്ധന വല എറിഞ്ഞതിന് 2 ബോട്ടുകൾ മന്ത്രാലയം പിടിച്ചെടുത്തിരുന്നു. 21 ഇനം സമുദ്രജീവികൾ ഖത്തറിന്റെ തീരത്ത് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഖത്തറിന്റെ സമുദ്രപരിധിയിൽ സ്പിന്നിംഗ് ഡോൾഫിനുകളെ കണ്ടെത്തിയിരുന്നു. ഇവയുടെ സാന്നിധ്യം ആരോഗ്യകരമായ സമുദ്ര ആവാസ വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഖത്തറിലെ കടൽ തീരങ്ങളിൽ കടലാമകളെ സംരക്ഷിക്കാനുള്ള പദ്ധതി 2002 മുതൽ നടപ്പാക്കി വരുന്നുണ്ട്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനായി നിരവധി പരിപാടികളും പദ്ധതികളും ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയം നടപ്പാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.